എന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്വിർക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. സാധാരണ നമ്മൾ കുറ്റാന്വേഷണമൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിൻ്റെ ഒരു ക്വിർക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ശ്രീരാജ് അവിടെ നിർത്തുന്നു, ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ വീണ്ടും പിടിക്കും. ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല. ആൾ അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിലും എല്ലാവരുടെയും പെർഫോമൻസസിലും അത് റിഫ്ലക്ട് ചെയ്തിപ്പെട്ടിരിക്കുന്നത്. അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ളുഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ ഉപ്രൻ എന്ന് പറയുന്ന ഏട്ടനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കിത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിരുന്നു തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരെയും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുക ചെയ്യുന്നു. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറേ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം.